ദൈവവചനമായി നമ്മുടെ മധ്യേ നിൽക്കുവാൻ ദൈവം നൽകിയ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനെ മുഖാന്തരമാക്കിയ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. I thank the Lord for this opportunity that He has given to stand with the Word one more time, and I also thank those who are responsible for arranging this. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. For today's meditation, I desire to read from Romans chapter 12 and the first 2 verses. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. I beseech you, therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, wholly acceptable to God, which is your reasonable service. And do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായി ദൈവത്തിനെ സമർപ്പിപ്പീൻ എന്ന് ആദ്യമായി അപ്പോസ്തലൻ പറയുകയാണ്. Here the apostle primarily reminds us that we should present our bodies as a living sacrifice, wholly acceptable to God. ഇത് എഴുതുവാൻ ഒരു കാരണം പഴയ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ദൈവസഭയിൽ ദുരുപദേശങ്ങൾ കടന്നു വന്നിരുന്നു എന്ന് നമുക്കറിയാം. The reason for writing this is that even in the first century itself there were heresies that had entered into the church of God. അന്നും ഒരു പഠിപ്പിക്കൽ ഉണ്ടായിരുന്നത് ആത്മാവ് വിശുദ്ധമാണ്, എന്നാൽ സഭ പാപമയമാണ് എന്ന ഒരു പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു. ശരീരം അല്ലെങ്കിൽ വസ്തു, matter is evil, that's what it says. ശരീരം. There was a teaching in those days that spirit was good, holy, but the body or holy, but the body or matter was evil or bad. അത് അങ്ങനെയുള്ളതായ പഠിപ്പിക്കൽ വരുമ്പോൾ ശരീരം കൊണ്ട് നാം എന്ത് ചെയ്താലും അത് ആത്മാവിനെ ബാധിക്കുകയില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലായിരുന്നു അത്. And the implication there was that whatever we do with the body, that doesn't affect the spirit. അങ്ങനെ പോകുമ്പോൾ മനുഷ്യന് പാപത്തിൽ ജീവിക്കുവാൻ രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടാലും അല്ലെങ്കിൽ വിശ്വാസികളെന്ന് വിശ്വാസികളായാലും എന്ത് അധാർമികമായ കാര്യവും എന്ത് മ്ലേച്ഛകരമായ കാര്യവും ചെയ്യുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു പഠിപ്പിക്കലായിരുന്നു അത്. So the teaching then was that no matter how evil the thing is or sinful the thing is, you can do that because what you do in the body doesn't affect the spirit or your spiritual life. ആത്മാവിനെ ഒരിക്കലും ആ നിലയിൽ കളങ്കപ്പെടുത്തുവാൻ അല്ലെ പാപപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആക്കി അത് മാറ്റും. So it provides a license for everyone to do whatever they want in their body because that cannot contaminate the spirit. അതെ, സഭയിൽ അന്നും ഇന്നും ദുരുപദേശങ്ങൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. Then and today there are heresies that come into the church. കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി ഒരു ദുരുപദേശത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. Last June on the first Bible study സമയത്ത് on the first when I was speaking for the Bible study, I spoke about a heresy. അത് ഇന്ന് പിന്നെയും അത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I want to emphasize that again today. അതെ, ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം യേശുക്രിസ്തുവിന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. And the teaching is this, that the Lord Jesus Christ could have sinned if he wanted to. അത് പിശാച് അല്ലെങ്കിൽ പാമ്പ് സ്ത്രീയോട് നിങ്ങളോട് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ വേണമെങ്കിൽ എന്നൊരു പദം കൂടി അതിനകത്ത് ചേർക്കുകയാണ്. And they are saying that if he wanted to, he can do similar to what the serpent told Eve, that has God really said is what he asked. അതെ, യേശുക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. We need to understand with certainty that the Lord Jesus Christ cannot sin. യേശുക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയും എന്ന് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവിടെ നാം നിഷേധിക്കുകയാണ്. If you say that the Lord Jesus Christ can sin, then it's an objection to the deity of the Lord Jesus Christ. അതെ, ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല, അങ്ങനെ പാപം ചെയ്യാൻ കഴിയും
ചെയ്യാത്ത വിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത്, നാം വിശ്വസിക്കുന്നത്. God cannot sin, and it is a God who cannot sin, who is in holiness, that we worship and serve. അതെ, അങ്ങനെ പാപം ചെയ്യുന്നതും പാപം ചെയ്യാൻ അനുവദിക്കുന്നതുമായ ദൈവങ്ങളെക്കുറിച്ച് നാം മറ്റു മതങ്ങളിൽ അല്ലെ ഗ്രന്ഥങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്. We read and we learn from other religions about gods who can and who encourages sin. അതെ, എന്നാൽ നമ്മുടെ ദൈവം പാപത്തോട് വേർപെട്ടവനാണ്. But our God is one who is separated from sin. നമ്മുടെ ദൈവം, അത് ഈ ദൈവവചനം വിശുദ്ധ വചനമാണ്. അതിൽ നമ്മുടെ ദൈവത്തിന് യാതൊരു പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവമാണ്. The word of God is a holy word, and just like that our God is one who is not tainted with sin. അതെ, യെശയ്യാപ്രവചനത്തിന് 6-ാം അധ്യായം 6-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അത് വീണ്ടും പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രാമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And that idea is conveyed both in Isaiah chapter 6 and Revelation chapter 4, that without ceasing these heavenly hosts are crying out, holy, holy, holy. അതെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് യാതൊരു ഭംഗവും വരുന്നില്ല. There is no variation in the holiness of God. അതേ ദൈവം തന്നെയാണ്, ആ പരിശുദ്ധനായ ദൈവമാണ് യേശുക്രിസ്തുവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് നാം മനസ്സിലാക്കണം. That same God, that holy God, is the one who came into this world as Jesus Christ. പിന്നെ ആ ദൈവത്തിന് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? How can that God sin? അതുകൊണ്ട് അത് നാം വളരെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഉറക്കേണ്ട കാര്യമാണ്, യേശുക്രിസ്തുവിന് ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. So that is something that we need to be completely solidly founded in, that the Lord Jesus Christ cannot sin. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലുകളോ കടന്നു വന്നാൽ അതിന് കുശലം പറയുക പോലും ചെയ്യരുതെന്നാണ് യോഹന്നാൻ പറയുന്നത്. So if those thoughts come or those teachings come, we can't even have any communion with that kind of teaching. അത് വളരെ നാം കരുതിയിരിക്കേണ്ട, ചിന്തിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നാം മനസ്സിൽ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ് എന്ന കാര്യം ഞാൻ പറയട്ടെ. That is something that we should take heart of and take hold of. അതെ, ആ വിഷയത്തെക്കുറിച്ച് അത്രയും പറഞ്ഞ് വിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And I want to go to other topics having said that. അതെ, ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ഉള്ള യാഗമായി സമർപ്പിപ്പീൻ. Here it says that you present your bodies as a living sacrifice, wholly acceptable to God. അതെ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധമാണ്. Just as God is holy, the Spirit of God is holy. അതെ, ദൈവത്തിന്റെ സിംഹാസനത്തെ പറയുന്നത് അവന്റെ വിശുദ്ധ സിംഹാസനം എന്നാണ്. God's throne is called his holy throne. അതെ, ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ് എന്ന് നാം വായിക്കുന്നു. The temple of God is called a holy temple. അതെ, ദൈവത്തിന്റെ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം എന്ന് 93-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. In Psalm 95 and verse 3, we read this verse, that for the God Psalm 93 verse 5. We read this verse, that your testimonies are sure, holiness adorns your house, O Lord, forever. അതെ, അതുകൊണ്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധമാണ്. Just as God is holy, God's Spirit is holy. അതെ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരവും വാസ്തവത്തിൽ വിശുദ്ധമായിരിക്കണം. And as the Holy Spirit indwells us, our bodies should also be holy. അതെ, അതിനെക്കുറിച്ച് 1 Corinthians 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യവാൻ ആഗ്രഹിക്കുന്നു. And in relation to that, I want to read 1 Corinthians chapter 3 verses 16 and 17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. Do you not know that you are the temple of God, and that the Spirit of God dwells in you? If anyone defiles the temple of God, God will destroy him, for the temple of God is holy, which temple you are. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. We are a temple where the Spirit of God dwells in. അതെ, അതുകൊണ്ട് ആ മന്ദിരം വിശുദ്ധമാണ് എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നു. And
here it is emphasized that that temple should be holy. അതെ, ദൈവത്തിന് വസിക്കുവാൻ തക്കതായ വിശുദ്ധമായ ഒരു മന്ദിരമാക്കി നമ്മെ തീർത്തിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. And it is having prepared us as a holy temple that God, the Spirit, indwells in us. അതെ, ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ അതെ, ദൈവം നമുക്കൊരു പുതിയ ആത്മാവിനെ തരുന്നത് പോലെ തന്നെ നമ്മുടെ ശാരീരികമായും വാസ്തവത്തിൽ ആ ആത്മാവ് വസിക്കുവാൻ യോഗ്യമായ ഒരു ശരീരമാണ് കർത്താവ് നമുക്ക് തരുന്നത്. As when we believe in the Lord Jesus Christ, we are given a new spirit. We are also given a new body for the Spirit to dwell in. അത് വാസ്തവത്തിൽ ഇന്ന് ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. It is true that the redemption of the body hasn't taken place today. എന്നാൽ നാം വീണ്ടെടുക്കപ്പെടുമ്പോൾ ഈ ശരീരത്തോടു കൂടെ അല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിത്വത്തോടു കൂടി ആ ശരീരത്തിലാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. But when we are redeemed, we are given that body as well. അത് ഒരു വാക്യം കൂടി വായിക്കാം. 1 കൊരിന്ത്യർ 6 1 Corinthians chapter 6, 19-20 വാക്യം കൂടെ. verses 19 and 20. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളും ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. Or do you not know that your body is the temple of the Holy Spirit who is in you, whom you have from God, that you are not your own, for you are bought with a price? Therefore glorify God in your body and in your spirit, which are God's. അതെ, ദൈവത്തിന്റെ ആയതുകൊണ്ട് ഈ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നാണ് ദൈവയുടെ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. The apostle reminds us here that because the body belongs to God, we should glorify God with our body. റോമാലേഖനം 6 അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അവിടെയും വായിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്കല്ല നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിനെ സമർപ്പിപ്പീൻ എന്ന് അവിടെയും നാം വായിക്കുന്നുണ്ട്. We also when we read from Romans chapter 6, which verses? Verses 11 through 13, we understand the theme. 13. Verse 13, that the theme that is mentioned by the apostle is to present our members or our instruments for honor to God. അതെ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. It is because the things that we think in our mind are made practical through the body. അതെ, അതുകൊണ്ട് ആ ശരീരം എപ്പോഴും വിശുദ്ധിയിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. And for that reason, this body should be kept in holiness at all times. അതെ, നാം കർത്താവിനെ ആരാധിക്കുന്നത് ആത്മാവിൽ ആരാധിക്കുന്നുവെങ്കിലും ശരീരം കൊണ്ടുകൂടെയാണ് അവനെ ആരാധിക്കുന്നത്. Just as we worship the Lord in spirit, and that involves not only the spirit but also the body. അതായത് 1 തെസ്സലോനി 5 അതിന്റെ 23 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ആത്മാവും ദേഹിയും ശരീരവും വീണ്ടെടുക്കപ്പെടും എന്ന് അവിടെ വായിക്കുന്നുണ്ട്. We read in 1 Thessalonians chapter 5 and verse 23 that he says, and may your whole spirit, soul and body be preserved blameless at the coming of the Lord Jesus Christ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അതെ, അവിടെ നമ്മുടെ ആത്മാവും ദേഹവും അവിടെ കർത്താവ് വീണ്ടെടുക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. There we see that in a sense our body, our spirit and our soul are redeemed. അതെ, കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ഇത് ഈ ആത്മാവും ജഡവും ദേഹിയും അത് അനിന്യമായി കാക്കപ്പെടട്ടെ എന്നാണ് വായിക്കുന്നത്. And we read at the coming of the Lord Jesus Christ that our whole spirit, soul and body be preserved blameless. നാം ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മെ കൊണ്ട് തന്നെ സാധിക്കുകയില്ല. When we live in this world, this is not possible in and through ourselves. അതിനുവേണ്ടി നാം കർത്താവിൽ കൂടുതൽ ആശ്രയിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. For this we need to rely completely on God. അതെ, ചിലപ്പോൾ നമുക്ക് 100% നമുക്ക് ചിലപ്പോൾ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മുടെ
ഉദ്ദേശം എന്താണെന്നാണ് ദൈവം നോക്കുന്നത്. And even though we are not successful 100% of the time, God looks at our motive and our intention. അതെ, അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. So we should offer our bodies as a living sacrifice, holy and acceptable to God. അപ്പോൾ ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗം എന്ന് പറയുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ലേവ്യർ 1:9 ഇവിടെയൊക്കെയും ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അല്ലെങ്കിൽ യാഗങ്ങൾ എന്ന് വായിക്കുന്നുണ്ട്. We read in the offerings in Leviticus chapter 1 verse 9, 2 verse 12, all those places there are offerings that are sweet smelling aromas to the Lord. അതെ, അവിടെ അത് പറയുമ്പോൾ അത് എങ്ങനെ അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗം എന്ന് പറയുന്നത്. It is after it is prescribed how these sacrifices should be offered that it comes to the end and says that these are then a sweet smelling aroma to the Lord. അതുകൊണ്ട് യഹോവയ്ക്ക് കർത്താവ് നമ്മെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അല്ലെ ദൈവത്തിന്റെ പറയുന്നത് പോലെ തന്നെ അവനെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുന്നത്. It is when we worship the Lord in the prescribed way that He has given us that it becomes a sweet smelling worship to the Lord. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ശരീരങ്ങളും വിശുദ്ധിയിൽ നാം സൂക്ഷിക്കേണ്ടതാണ്. So just as God desires of us, we should keep our bodies as holy sacrifices. അതെ, രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. In verse 2 it says, and do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. അതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ, do not be conformed to this world. അത് നാം ചില സ്ഥലങ്ങളൊക്കെ മാറി താമസിക്കുമ്പോൾ ആ സ്ഥലത്തോട് ചില അനുരൂപങ്ങളൊക്കെ നാം അനുകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. When we move to different places, we need to get accustomed to the things of that place. അതെ, അവിടുത്തെ വസ്ത്രധാരണം, അവിടുത്തെ ആഹാരം, അവിടുത്തെ ഭാഷ, ഇതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. Their language, their culture, their food, their things like that. എന്നാൽ അവിടുത്തെ നമ്മുടെ മോറൽ, നമ്മുടെ ധാർമ്മികമായ കാര്യങ്ങൾ ഒരിക്കലും നാം വിട്ടുകളയുവാൻ പാടില്ല. But at the same time, our morals we should never let go. അതിന് നല്ല ഒരു ഉദാഹരണമാണ് യോസേഫ്. And a good example of that is Joseph. അതെ, യോസഫിന്റെ വസ്ത്രധാരണമൊക്കെ കണ്ട് യോസഫിനെ കണ്ട് സഹോദരന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. When Joseph was dressed in his attire, his brothers could not recognize him. എന്നാൽ യോസഫിന്റെ ധാർമ്മികമായ ജീവിതം നോക്കുമ്പോൾ താൻ എത്രമാത്രം ദൈവത്തോടെ അടുത്ത് ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ദൈവം യോസഫിനോട് കൂടെ എങ്ങനെ ഇരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But when you consider the moral life of Joseph, we see how close he was with God and how God had his favor upon him. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ നാം എപ്പോഴും അത് കുറിക്കൊള്ളേണ്ട കാര്യമാണ്. And in our own lives also, this is something that we should keep in mind. ഈ ലോകത്തിനെ അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് വേറെ ചില വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. We can also read a few other verses to corroborate that point of being conformed to the world. 1 പത്രോസ് 1:14 When we go to 1 Peter chapter 1 and verse 14, അവിടെ ആ ഭാഷ തന്നെ ആ വാക്ക് സ്വല്പം വ്യത്യാസമുണ്ട് എങ്കിലും ഇത് തന്നെ ഈ മൂലഭാഷയിൽ ഇത് തന്നെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം, അതായത് അവിടെ വായിക്കുന്നത് നിങ്ങൾ പണ്ട് നിങ്ങൾ അനുകരിച്ചിരുന്ന കാര്യങ്ങളെ നിങ്ങൾ മാതൃകയാക്കരുത് എന്നാണ്. Here in verse 14 it says, as obedient children, not conforming yourself to the former lusts as in your ignorance. In other words, he is saying, do not follow those things that you followed in your former days. അതെ, പഴയ കാലങ്ങളെ പിന്നെയും മാതൃകയാക്കിക്കൊണ്ടേ ജീവിക്കരുത്. You should not make examples of those things that you followed in your former days. അതെ, വീണ്ടെടുക്കപ്പെട്ടവർ എന്ന ആ പൂർണ്ണ ബോധ്യത്തിൽ തന്നെ ജീവിക്കണം. Redeemed people should live in the full awareness of being redeemed. അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ലോകത്തെയും
ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് എന്നാണ് 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. And 1 John chapter 2 verses 15 to 17, John reminds us that we should not love the world or things in the world. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Do not love the world or the things in the world. If anyone loves the world, or the love of the Father is not in him. For all that is in the world, the lust of the flesh, the lust of the eyes, the pride of life, it is not of the Father but of this world. And the world is passing away, and the lust of it. But he who does the will of God abides forever. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ ഇല്ല എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. John the Apostle says that if one loves the world, then the love of God is not in him. ലോകം എന്ന് പറയുന്നത് ഈ ലോക വ്യവസ്ഥിതിയോടെ നമുക്ക് കണക്കുവാൻ കഴിയും. And the world, when we talk about the world, it's the world system that it is referring ലോകത്തെ to. സ്നേഹിക്കുക എന്ന് പറയുന്ന ലോകത്തിനോട് അനുരൂപപ്പെടുകയാണ്. And when we love the world, we are being conformed with the world. അല്ലെ, അങ്ങനെ വരുമ്പോൾ ദൈവത്തിനോട് സ്നേഹം ഇല്ലാതെ വരുന്നു, ദൈവസ്നേഹം ഇല്ലാതെ വരുന്നു. And when that happens, the love of God is not in us. അതുമല്ല മാത്രമല്ല, അത് ജഡമോഹം, കൺമോഹം ഇതൊന്നും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ്, അല്ലെ പിശാചിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. The apostle very clearly says the lust of the flesh, the lust of eyes, the pride of life, those things don't come from the Father, but it comes from the world. അതെ, യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ശക്തമായ നിലയിൽ അതിനെക്കുറിച്ച്, യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. Also James the apostle says very clearly concerning that. അത് 4-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 4-ാം വാക്യം, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീർന്നിരിക്കുന്നു. What was the verse again? 4. Chapter 4 and verse 4. Adulterers and adulteresses, do you not know that friendship with the world is enmity with God? Whoever therefore wants to be a friend of the world makes himself an enemy of God. അതെ, യാക്കോബ് അപ്പോസ്തലൻ വളരെ ശക്തമായി അങ്ങനെയുള്ളവരെ വിളിക്കുന്നത് വ്യഭിചാരിണികളെ എന്നാണ് വിളിക്കുന്നത്. And those people, James calls very strongly adulterers and adulteresses. വിശ്വാസത്തിൽ ഉള്ള വിശ്വാസത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറയുന്നത്. And this of course is in reference to faith. അതെ, പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 11-2 വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തു എന്ന ഏക പുരുഷനെ ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. Just as Paul says in 2 Corinthians chapter 12 and 11:2. Chapter 11 and verse 2, and he says that I may present you as a chaste virgin to Jesus Christ, for I have betrothed you to one husband. 3-ാം വാക്യം വായിക്കുക, എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. Verse 3 says, but I fear lest somehow, as the serpent deceived Eve by his craftiness, so your minds may be corrupted from the simplicity that is in Christ. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിർമ്മല കന്യകയായിട്ട് അവർ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതാണ് ഈ സഭ, അല്ലെ നാം ഓരോരുത്തരെയും. This church and us as individuals, we have been betrothed to one husband. The Lord Jesus Christ is a chaste virgin. അതെ, അതിൽ നിന്ന് വിട്ടേ പോകുമ്പോഴാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത്. And when we depart from that we are called, from that faith we are called adulterers and adulteresses. അതെ, അത് പിന്നെ പറയുന്നത് അത് വിട്ടിട്ട് യേശു ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ പോകുന്നു എന്നാണ്. And he says in verse 3 that when we leave that, we are corrupted from the simplicity that is in Christ. ആ നിർമ്മലതയും ഏകാഗ്രതയും എന്നുള്ള ആ വാക്ക്, അതിനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ പ്രേമം എന്നുള്ള വാക്കാണ്. And we can condense both those words by saying love. അതെ, ഇന്ന് പ്രേമം എന്നുള്ള വാക്ക് കേൾക്കുവാൻ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ പാട്ടിൻ്റെ പോലും മാറ്റിയിരിക്കുകയാണ്. മകൾ പ്രേമം എന്നുള്ളത് മകൾ സ്നേഹമാക്കിയിരിക്കുകയാണ്. The word, I guess it's romance, right, in English. Premam. My English, I don't know. Yeah, English, everything is that word love has been removed from Malayalam, even in some songs. അതായത് വാസ്തവത്തിൽ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? What is that word, love?
രണ്ടുപേർ തമ്മിൽ അന്യോന്യം മറ്റെല്ലാവരെക്കാളും അധികമായി ഉണ്ടാകുന്ന ഒരു സ്നേഹം രണ്ടുപേരാണല്ലോ നാം സാധാരണ പ്രേമം എന്ന് കണക്കാക്കുന്നത്. That word love or romance is a word that is unique for two people when they love each other exclusively. എന്നാൽ അതേപോലുള്ള വാസ്തവത്തിൽ സകലത്തെയും അതിലുപരിയായുള്ള സ്നേഹമാണ് ദൈവത്തിനോടുള്ള സ്നേഹം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. And what we need is a love that is greater than that towards God. അതായത് ദൈവം അതേപോലെയാണ് നമ്മെ സ്നേഹിച്ചത്. And because God has loved us thus. പിതാവ് തന്റെ പുത്രനെ ഏകജാതനായി തന്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി തന്നത് നമ്മെ അത്രമാത്രം പിതാവിന് പ്രേമം തോന്നിയത് കൊണ്ടാണ്. അതാണ് പാട്ടുകാരൻ ആ പാട്ടിൽ അവിടെ എഴുതിയിരിക്കുന്നത്. God the Father loved us so that he gave us his only begotten son to redeem us. അതേ പ്രേമമാണ് ദൈവം നമ്മിൽ നിന്നും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത്. And that same love is what God desires us in Christ. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. We read in John chapter 11 how the Lord Jesus Christ asked Peter the same question. അത് ശരിയായ വാക്കിൽ പറഞ്ഞാൽ നിനക്ക് എന്നോട് പ്രേമമുണ്ടോ എന്നാണ് അത് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. And he is asking Peter, do you love me? അതായത് എല്ലാറ്റിനേക്കാൾ ഉപരി എന്ന് പറയുമ്പോൾ അതെ ആ വാക്കാണ്, പ്രേമമുള്ള വാക്കാണ് അതിനവിടെ എഴുതേണ്ടത്. And he is asking a love that is greater than a love towards all other things. അതെ അന്ന് പത്രോസ് എന്നാൽ അപ്പോൾ പത്രോസ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But Peter could not understand that at the time. എന്നാൽ അതിന് കർത്താവിനോട് പറഞ്ഞു നീ ഒരു നാളിൽ നീ എന്നെ പ്രേമിക്കും. അതായത് നീ തനിയെ നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മറ്റൊരുത്തൻ നിന്റെ അര കെട്ടുമ്പോൾ അന്ന് നീ ഈ പ്രേമം സ്നേഹം അറിയും എന്ന് പറഞ്ഞു. And Jesus tells him that one day you will recognize this love when you are not able to do things physically and someone else will do that for you, then you will come to recognize. അതെ, ആ നിലയിൽ പത്രോസ് കർത്താവിനോടുള്ള ആ പ്രേമത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ഇടയായി തീർന്നു. And we see that because of that love Peter was able to lay down his life for the Lord Jesus. കർത്താവിന്റെ അത്രയും പോലും തനിക്ക് അർഹതയില്ല എന്ന് മനസ്സിലാക്കി തല കീഴായിട്ട് തന്റെ ക്രൂശിച്ചു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. We understand that Peter saying that he is not worthy to be crucified the same way as the Lord was. He was crucified upside down. അതുപോലെ രക്തസാക്ഷികളൊക്കെയും കർത്താവിനോടുള്ള ആ പ്രേമം കൊണ്ടാണ് അവരുടെ ജീവനെ വെച്ചുകൊടുത്തത്. And just as that all the martyrs laid down their life because of the love that they had for God. അതെ, നമ്മുടെ തലമുറയിൽ തന്നെ നമുക്കറിയാം സിറിയയിലും മറ്റും ഐസിസ് എത്രയോ ദൈവമക്കളെ അവിടെ കൊന്നുകളഞ്ഞു. അവരും ആ കർത്താവിനോടുള്ള പ്രേമം കൊണ്ട് മറ്റെല്ലാത്തിനേക്കാളും കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർ അവിടെ മരിക്കുവാൻ ഇടയായി തീർന്നത്. Even in our own generation we see how many martyrs, people in Syria who ISIS killed, and all of those people who laid down their life, they did that because of their love, their intense love towards the Lord. അതെ, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം അത് മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹം പോരാ. വാസ്തവത്തിൽ നമ്മളെല്ലാവരും അന്യോന്യം സ്നേഹിക്കുന്നു എന്ന് പറയും, എന്നാൽ യഥാർത്ഥമായ ഒരു പ്രേമമാണ് കർത്താവിനോട് ഉണ്ടാകേണ്ടത്. So what we need is to have a love towards God before a love that's intense, a love that's unique, that's more than our love towards all other things. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപം ആകാതെ നാം ഓരോ ദിവസവും ജീവിക്കേണ്ടത് ആവശ്യമാണ്. So each day we need to live a life not conforming to this world. അത് മാത്രമല്ല, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. Not only that, we should have our minds renewed and be transformed. അതെ, നാം ഓരോ ദിവസവും അത് ചെയ്യേണ്ട, ഒരിക്കലായിട്ട് സംഭവിക്കുന്നതല്ല. ഓരോ ദിവസവും അങ്ങനെ നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. And that's not something that we do one time, but this is a daily thing where we renew our minds and are transformed. 2 കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ Maybe also read 2 Corinthians chapter 3 and verse 18 in that regard. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. But we all, with unveiled face, beholding as in a mirror the glory of the Lord, are being transformed into the same image from glory to glory, just as by the Spirit of the Lord. അതായത് മേളിൽ 7 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിന്റെ ശ്രേഷ്ഠതയും എന്നാൽ പുതിയ നിയമത്തിൽ അതിൻ്റെ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന ആ തേജസ്സേറിയ മുഖത്തെക്കുറിച്ചും അവിടെ വിവരിക്കുന്നുണ്ട്. There, the context starting in verse 7 is detailing the greatness of the Old Testament principles, but also as he comes to the New Testament, it's showing how there is the glorified face of the Lord Jesus Christ. അത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ ഇത് തേജസ്സേറിയതാണ് എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. And if the Old Testament had glory, the face of the Lord Jesus Christ is glorious. അതെ, അധികം തേജസ്സുള്ളത്. It says that he is having much glory, more glory. അതെ, ഇവിടെ നാം വായിച്ചത് യേശുക്രിസ്തുവിന്റെ മുഖത്തെ കണ്ണാടി പോലെ നാം പ്രതിബിംബിക്കണം. Here we read that we should reflect ourselves in the face of the Lord Jesus Christ. യേശുക്രിസ്തുവിന്റെ തേജസ് കാണാൻ ദൈവവചനത്തിൽ കൂടെയാണ് നാം യേശുക്രിസ്തുവിന്റെ തേജസ് അല്ലെ മഹത്വം മനസ്സിലാക്കേണ്ടത്. How do we understand the greatness or the glory of the Lord Jesus Christ? It is through the word of God. അതെ, ദൈവവചന വായനയും അത് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. It is only possible when we read and meditate on the word of God. ദൈവവചനം കൂടുതൽ നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് ജസ്റ്റ് കേവലം പഠിക്കുകയല്ല, ബുദ്ധിക്ക് വർദ്ധിപ്പിക്കുവാൻ പഠിക്കുകയല്ല, അത് നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. When we read and meditate on the word of God, in other words, we are not just doing this for gaining knowledge, but so that it would go to our heart. അങ്ങനെ നാൾതോറും നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. And day to day we are being transformed. അതെ, അത് നമുക്ക് ഒരിക്കൽ നമുക്കൊരു ഒരു വീണ്ടെടുക്കപ്പെട്ട ശരീരം ലഭിക്കും. അത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. One day we will receive a glorified body, but until then each day we are renewing our minds and being transformed. അതെ, ദൈവവചനമാകുന്ന ആ കണ്ണാടിയിലൂടെ നാം നോക്കി നമ്മെ മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ മഹത്വം മനസ്സിലാക്കി അതേപോലെ നാമും ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. And beholding into that word of God, we should understand the glory of the Lord Jesus Christ and day to day be transformed into newer levels of glory. അതെ, നാം അതുകൊണ്ട് അതുകൊണ്ട് ദൈവവചനം ഓരോ ദിവസവും വായിച്ച് ധ്യാനിച്ച് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. So may God help us to read and meditate on the word of God and be transformed through the words exercised in us. അതെ, ഇവിടെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അതെ, അത് ദൈവവചനത്തിലൂടെയാണ് നാം ദൈവഹിതം മനസ്സിലാക്കുന്നത്. It is through the word of God that we understand the will of God. അതുകൊണ്ട് നാം ഓരോ ദിവസവും നാം അത് ചെയ്തുകൊണ്ടേയിരിക്കണം. So each day we should be doing that. അതായത് ദൈവഹിതം 1 തെസ്സലോനിക്കർ 4:3 നാം വായിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. In 1 Thessalonians chapter 4 and verse 3 we read that God's will is your sanctification. അതെ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം ആണ്. God's will for us is our sanctification. 1 പത്രോസ് അതിന്റെ 14 വായിച്ചു. അതിന്റെ 15-16 വാക്യം കൂടെ വായിക്കാം. May we also read another verse in 1 Peter chapter 1 and verse 15 and 16. നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. But as he who called you is holy, you also be holy in all your conduct, because it is written, be holy, for I am holy.
അതെ, നാം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. In our every walk, we should be holy, and that's the desire of God. പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. In the Old Testament, the book of Leviticus repeatedly says, just as I am holy, you should be holy. എന്നാൽ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് അറിയാം, അവർക്ക് ശാരീരികമായ വിശുദ്ധീകരണവും ശാരീരികമായ ആരാധനകളും ഒക്കെ മാനുഷികമായ ആരാധനകളായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിയും. We see in the Old Testament in relation to the Israelites that their worship had to do with bodily cleansing or physical exercises that involve cleansing. എന്നാൽ നമ്മെ പൂർണ്ണമായിട്ട് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പെ സാധിപ്പിച്ചിരിക്കുകയാണ്. But when we come to the New Testament, our redemption has been accomplished in the Spirit. നിത്യജീവൻ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. We have received eternal life. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യജീവനുള്ളവനായിട്ടാണ്. God created man with eternal life. എന്നാൽ ആ പാപം ചെയ്തപ്പോൾ ആ നിത്യജീവൻ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. But when sin entered into him, that eternal life was gone. അത് വീണ്ടും മടക്കി തരുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. And it is to give that back to him that the Lord Jesus Christ came to this world. അതാണ് നാം യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. That is what we read in John 3:16, that for God so loved the world that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. വിശ്വസിക്കുന്ന ഏവർക്കും ആ നിത്യജീവൻ ഉണ്ട്. Whoever believes in him has that eternal life. അതെ, ദൈവത്തോട് കൂടെ മനുഷ്യൻ എന്നും ആഗ്രഹിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. God's desire concerning man is that they should always be dwelling with him. അതിനുവേണ്ടി ആ നിത്യജീവൻ നമുക്ക് തന്ന് നമ്മെ അവനോട് കൂടെ അവൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത് പാടിയ പാട്ടിനകത്തും അതുണ്ട്. അത് നമ്മെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ വാസ്തവത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. And for that purpose he has given us eternal life, and he has seated us in heavenly places today. അതെ, അതുകൊണ്ട് സകല വിശുദ്ധിയിലും നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. So it is important that we live in all holiness. കർത്താവ് യേശു ദൈവത്തിന്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം തന്റെ പുത്രനെ യോഗ്യമായ ഒരു മണവാട്ടിയെ വേണം എന്നുള്ളതാണ്. The desire of God the Father is that his son would have a worthy bride. അതിനുവേണ്ടിയാണ് പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. And it is for that reason that God the Father sent his son into this world. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു അതിനുവേണ്ടിയാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. And it is for that reason that the Lord Jesus Christ laid himself. അതെ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി. It is for the fulfillment of the desire of God. അതെ, മനുഷ്യൻ എന്നും ദൈവത്തോടു കൂടെ നിത്യജീവനുള്ളവനായിട്ട് ജീവിക്കണം എന്നുള്ളത്. So that man would forever have eternal life and live with God. അതിനുവേണ്ടി കർത്താവ് എഫേസ്യ ലേഖനം 5:26-27 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. We read this in Ephesians chapter 5 verses 25 and 26. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനെ കറ ചുളുക്കം മുതലായവ ഒന്നും ഇല്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. That he might sanctify and cleanse her with the washing of water by the word, that he might present her to himself as a glorious church, not having spot or wrinkle or any such thing, but she should be holy and without blemish. അതെ, കർത്താവായ യേശുക്രിസ്തുവിന് യോഗ്യമായ ഒരു മണവാട്ടി, a bride who is worthy for the Lord Jesus Christ. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെയും വിശുദ്ധീകരിച്ച് തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. Christ's desire is that we may be presented holy and taken to his presence even as he is holy. അതുകൊണ്ട് ആ കർത്താവിന്റെ വരവിൽ അവന് അവന്റെ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നാം വിശ്വസ്തരായിട്ട് ജീവിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. So when we walk before the Lord, we should understand and we should evaluate if we are walking in holiness. കർത്താവിന്റെ സന്നിധിയിൽ നാം ലജ്ജിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. May it never be the case that we would be ashamed before അതെ, the Lord. അവന്റെ സന്നിധിയിൽ നാം അവന് കർത്താവിന് യോഗ്യമാവണ്ണം
ജീവിക്കണം. We should live a life that's worthy according to the Lord. നാം എവിടെയെങ്കിലും ആയിരിക്കുന്നുവോ അത് ആ സ്ഥാനത്ത് അതിന് യോഗ്യമാവണ്ണമാണ് നാം ജീവിക്കേണ്ടത്. If we are placed in a certain place, we should be worthy of that place. ഈ ഒരു സഭയിലായിരിക്കുന്നെങ്കിൽ സഭയ്ക്ക് യോഗ്യമാവണ്ണം. If we are in the church, we should behave worthy of the church. ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ആ സ്ഥാപനത്തിന് യോഗ്യമാവണ്ണം വേണം. If we are working in a workplace, we should have a conduct that's worthy of that place. എന്നാൽ അങ്ങനെയെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന തൻ്റെ ആ അവസാന രക്തം വരെ ഊറ്റി തന്നെ നമ്മെ വീണ്ടെടുത്ത ആ കർത്താവിന് യോഗ്യമാവണ്ണം നാം ഓരോ ദിവസവും ജീവിക്കണം. And when it comes to God, we should understand that the Lord Jesus Christ came to this world and he died and he gave his blood for us and redeemed us. Then how much more worthy our life should be. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. So may God help us to each day present our bodies as a living sacrifice, holy and acceptable to അതുകൊണ്ട് God. നാം ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. So each day we are to be transformed by the renewing of our mind. ദൈവ ഇഷ്ടം എന്താണെന്ന് നാം മനസ്സിലാക്കണം. To understand the perfect will of God. അത് ഇവിടെ ദൈവ ഇഷ്ടത്തെ കുറിച്ച് പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ആ ദൈവഹിതം എന്നുള്ളത്. Concerning the will of God, what it says here is that the good and acceptable and perfect will of God. അത് എപ്പോഴും ദൈവം നന്മ മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ. God always does that which is good. ചില കാര്യങ്ങൾ നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ദോഷമെന്ന് നമുക്ക് തോന്നിയാലും We may temporarily feel that certain things that happen to us are not good. എന്നാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. But God does all things for good. അത് എന്ത് തന്നെയായാലും, No matter what it is. ഈവൻ ചിലർക്ക് ചില വേർപാടുകളായാൽ പോലും അത് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Even the demise of certain people, God does even those for good. അതെ, അതുകൊണ്ട് ആ ദൈവ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ആ ഹിതം അത് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കി ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. So understanding that will of God, that God does all things for good, may we be renewed, maybe we be transformed by the renewing of our mind. അതെ, ഒരിക്കൽ നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കാഴ്ച നാം പൂർണ്ണമായി ഒരു വിടുതൽ രൂപാന്തരം പ്രാപിക്കുവാൻ പോവുകയാണ്. One day our transformation will be complete when we receive new bodies. അതെ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We read that in Philippians chapter 3 and verse 23. അവൻ സകലവും അതിൻ്റെ 20 മുതലുള്ള വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപപ്പെടുത്തും. Verse 20 on, for our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ, who will transform our lowly body, that it may be conformed to his glorious body, according to the working by which he is able even to subdue all things to himself. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ ഒക്കെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കും. He will conform our lowly bodies to his glorified or glorious body. അതെ, 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വരുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാമും അവനെ പോലെ ആയിത്തീരും എന്ന് അവിടെ നാം വായിക്കുന്നു. We read it in 1 John chapter 3 and verse 2, that we know we shall be like him, for we shall see him as he is. അതെ, അവൻ ആയിരിക്കുന്നത് പോലെ നമ്മെയും ആക്കി തീർക്കും. He will make us just as he is. അന്ന് പൂർണ്ണമായ രൂപാന്തരം നമുക്ക് സംഭവിക്കും. And on that day we will have full transformation. പിന്നെ കർത്താവിനോടുകൂടെ എന്നേക്കുമായിരിക്കും എന്നുള്ള വലിയ പ്രത്യാശ നമുക്ക് തന്നിരിക്കുകയാണ്. And we have this great hope that we will always be with the Lord. ആ പ്രത്യാശയിൽ ഈ ലോകത്തിൽ നാം ഓരോ ദിവസവും ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And as we live with that hope each day in this world, may God help us to renew our minds and be transformed. നമ്മുടെ ശരീരങ്ങളെ ജീവനും
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. May we live presenting our bodies as a living sacrifice, holy and acceptable അതെ, to കഴിഞ്ഞ God. ആഴ്ചയിൽ നാം ഓർത്തുപോലെ ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കണം. Just as we considered last time that the word of God should dwell in us richly. അതെ, അപ്പോൾ മാത്രമേ ഇതൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. It is only then that these things can നമ്മുടെ be അറിവും possible. ബുദ്ധിയും കഴിവുകൊണ്ട് ഒന്നും നമുക്ക് സാധിക്കുകയില്ല. We cannot gain any of these things using our knowledge or anything. ദൈവത്താലും ദൈവത്തിന്റെ വചനത്താലും മാത്രമേ It സാധിക്കുകയുള്ളൂ. is only through the word of God and by God's power. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ ആലയം വിശുദ്ധമാണ്. അതുകൊണ്ട് ഈ ശരീരം വിശുദ്ധമാണ് എന്ന് നാം എപ്പോഴും ചിന്തിച്ച് ജീവിക്കണം. God's spirit is in us and he is holy, and because of that our body should be holy, and with that awareness we should live. അതെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. And may God help us with these words and help us in the coming days. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May his name be glorified.